ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്ര ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെയും ക്ഷേത്രത്തിൽ ഇന്ന് വിവാഹിതരായ 9 ദമ്പതികളെയും പ്രധാനമന്ത്രി ആശീർവദിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 4000 കോടി വികസന പദ്ധതികൾ ദക്ഷിണേന്ത്യയുടെ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിൽ BJPക്ക് ഗുണം ചെയ്യില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള ഡൽഹിയിലെ സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യം UDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സതീശൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്ര ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസ് മോഹന്റെയും വിവാഹത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ക്ഷേത്രത്തിൽ ഇന്ന് വിവാഹിതരായ 9 ദമ്പതികളെയും പ്രധാനമന്ത്രി ആശീർവദിച്ചു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ന് രാവിലെയാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രിയുമായുള്ള ഹെലികോപ്റ്റർ ഇറങ്ങിയത്. തുടർന്ന് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് ഗുരുവായൂരിലേക്ക് തിരിച്ചത്. 7:47 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തിയ ശേഷം മുണ്ടും വേഷ്ടിയും ഷാളും അണിഞ്ഞ് രാവിലെ 8ഓടെ ഇലക്ട്രിക് വാഹനത്തിൽ ക്ഷേത്ര പരിസരത്തെത്തി. ക്ഷേത്രത്തിനകത്ത് 20 മിനിറ്റിലേറെ ദർശനം നടത്തി. തുടർന്ന് നറുനെയ് നിവേദിച്ച് പ്രാർത്ഥന നടത്തി. വസ്ത്രം മാറിയ ശേഷം 8:45ഓടെ കിഴക്കേ നടയിലെ വിവാഹ മണ്ഡപത്തിലേക്കെത്തി. പുലർച്ചെ വിവാഹിതരായ വധൂവരന്മാർക്ക് പ്രധാനമന്ത്രി അക്ഷതം കൈമാറി. പ്രധാനമന്ത്രിയെ കാത്ത് വേദിക്കരികിൽ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുണ്ടായിരുന്നു. താരങ്ങൾക്ക് അരികിലെത്തി കുശലാന്വേഷണം നടത്തിയ ശേഷം വധൂവരന്മാരായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിനും ശ്രേയസ് മോഹനും നരേന്ദ്രമോദി വരണമാല്യം എടുത്തു നൽകി. വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി ശ്രീവത്സത്തിലേക്ക് മടങ്ങി. തുടർന്ന് രാവിലെ 9:30ഓടെയാണ് തൃപ്രയാറിലേക്ക് തിരിച്ചത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിയ പ്രധാനമന്ത്രി മീനൂട്ടടക്കമുള്ള വഴിപാടുകൾ നടത്തിയാണ് മടങ്ങിയത്. പ്രധാനമന്ത്രിയെ കാണാൻ രാവിലെ മുതൽ തന്നെ 100 കണക്കിന് ആളുകൾ ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നു. രാവിലെ 10:15ഓടെ തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിയ പ്രധാനമന്ത്രിയെ കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റും ക്ഷേത്രം തന്ത്രിയും അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. പ്രധാനമന്ത്രി 1.25 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ചു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ട് വഴിപാട് പ്രധാനമന്ത്രി നടത്തി. അരിയും മലരും കൊണ്ടായിരുന്നു മീനൂട്ട്. മീഡിയ ടൈം, തൃശൂർ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 4000 കോടിയുടെ വികസന പദ്ധതികൾ ദക്ഷിണേന്ത്യയുടെ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നതിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളായെന്നും പിണറായി ഓർമ്മിപ്പിച്ചു. കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രം, ഡ്രൈഡോക്ക് എന്നിവയും IOCയുടെ LPG ഇറക്കുമതി ടെർമിനലുമടക്കം പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. 4000 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിന്റെ ഭാഗമായി കേരളവും മാറുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ പൊതുവികസനത്തിൽ കേരളം നൽകുന്ന പിന്തുണയുടെ കൂടി ഉദാഹരണമാണിത്. ISROയുടെ പല പദ്ധതികളിലും കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളായി. ചന്ദ്രയാൻ, ആദിത്യ തുടങ്ങിയ പ്രധാന പദ്ധതികളിൽ കെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങളുടെ ശ്രദ്ധേയമായ സാന്നിധ്യമുണ്ട്. ഇന്ത്യയുടെ ശ്രേയസ് ഉയർത്തുന്നതിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളായെന്നും പിണറായി ഓർമ്മിപ്പിച്ചു. മീഡിയ ടൈം, കൊച്ചി. മറൈൻ ഡ്രൈവിലെ BJPയുടെ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ മലയാളത്തിൽ പ്രസംഗിച്ചും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു. കൊച്ചിൻ മറൈൻ ഡ്രൈവിലെ BJP പരിപാടിയിൽ നരേന്ദ്രമോദിക്കൊപ്പം പ്രൊഫസർ TJ ജോസഫും പങ്കെടുത്തു. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങളാണ് ഈ പാർട്ടിയുടെ ജീവനാഡിയെന്ന് മലയാളത്തിൽ പറഞ്ഞാണ് നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത്. ഇത്രയും വലിയ സമ്മേളനം നടത്താൻ ശക്തമായ സംഘടനയ്ക്ക് കഴിയുകയുള്ളൂവെന്നും കേരളത്തിലെ പ്രവർത്തകർ ഏറെ പരിശ്രമിക്കുന്നുവെന്നതിന്റെ തെളിവാണിതെന്നും മോദി പറഞ്ഞു. BJP പ്രവർത്തകരുടെ മികച്ച പ്രവർത്തനം തൃശൂർ സമ്മേളനത്തിൽ കണ്ടതാണ്. കൊച്ചിയിൽ എത്തിയപ്പോൾ മുതൽ റോഡിൽ ആയിരങ്ങളെയാണ് കണ്ടത്. അതിൽ നിറയെ സന്തോഷമുണ്ട്. ജനങ്ങളുടെ സ്നേഹത്തിന് നന്ദി. എല്ലാവരും അവരവരുടെ ബൂത്ത് തലത്തിൽ ശക്തമായി പ്രവർത്തിക്കണം. ബൂത്തുകൾ നേടിയാൽ സംസ്ഥാനം നേടാൻ കഴിയും. പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു. പാവങ്ങളുടെ ക്ഷേമത്തിനാണ് BJP പ്രാധാന്യം നൽകുന്നത്.
കേന്ദ്ര സർക്കാരാണ് രാജ്യത്തെ മൊബൈൽ നിരക്കുകൾ കുറച്ചത്. അസ്ഥിരമായ സർക്കാരാണ് 10 വർഷം മുമ്പ് ഭരിച്ചിരുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായി നമുക്ക് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബന്ധമാണ് ഇപ്പോഴത്തേതെന്നും മോദി പറഞ്ഞു. കൊച്ചി മറൈൻ ഡ്രൈവിലെ BJP പരിപാടിയിൽ നരേന്ദ്രമോദിക്കൊപ്പം പ്രൊഫസർ TJ ജോസഫും പങ്കെടുത്തു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്ന TJ ജോസഫിനെ BJP നേതാക്കളാണ് യോഗത്തിലേക്ക് പ്രത്യേകം ക്ഷണിച്ചത്. മീഡിയ ടൈം, കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിൽ BJPക്ക് ഗുണം ചെയ്യില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വരവ് വോട്ടാകില്ല. കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള ഡൽഹിയിലെ സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യം UDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സതീശൻ പറഞ്ഞു. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം BJP നടത്തുന്നത് വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ്. ആളുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ, പിന്നെ മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താൻ, ആരാധനാലയങ്ങളെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ്. നമുക്കുള്ള ഒരു അഭിമാനം എന്താണ്? കേരളത്തിലെ ജനത പ്രബുദ്ധമായ ഒരു ജനതയാണ്. അവരത്തരം മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തുന്ന വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനൊന്നും സ്വീകരിക്കില്ല. അവരത് വെറുപ്പോടുകൂടി തള്ളിക്കളയും. ചാലക്കുടി നഗരസഭ അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച തർക്കം കൗൺസിൽ യോഗം ബഹളമയമാക്കി. പ്രതിപക്ഷത്തോടൊപ്പം ഭരണപക്ഷത്തെ ചില അംഗങ്ങളും രംഗത്തെത്തിയതോടെ അന്തരീക്ഷം കലുഷിതമായി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മൂക്കിന് താഴെ നടക്കുന്ന നിർമ്മാണം ഇങ്ങനെയാണെങ്കിൽ മറ്റ് നിർമ്മാണ പ്രവൃത്തികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഭരണപക്ഷത്തെ ഒരു വനിതാ കൗൺസിലർ ചോദിച്ചത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. മുൻ നഗരസഭാ ചെയർമാനും നിലവിലെ ചെയർമാന്റെ പിതാവുമായ CI ജോർജിന്റെ പേരിടാൻ ഉദ്ദേശിക്കുന്ന അനക്സ് കെട്ടിടത്തിന് അപാകതകൾ ഉണ്ടാകാതിരിക്കാൻ ചെയർമാനെങ്കിലും ശ്രദ്ധിക്കണമായിരുന്നെന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നു. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യം. പൊതുനിരത്തുകളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരിൽ നിന്നും ആദ്യഘട്ടത്തിൽ 2000 രൂപയും പിന്നീട് ആവർത്തിച്ചാൽ 50,000 രൂപ ഈടാക്കുന്നതിന് പുറമെ നിയമ നടപടികളും സ്വീകരിക്കും. നഗരസഭാ അതിർത്തിയിൽ നിലവിൽ 49 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറകൾ പരിശോധിച്ച് മാലിന്യം നിക്ഷേപിച്ച 54 പേരെ ഇതിനകം കണ്ടെത്തി. 44 പേർക്കെതിരെ നടപടി സ്വീകരിച്ചു. 4 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും ചെയർമാൻ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. പാഴ്വസ്തുക്കളിൽ നിന്നും കരകൗശല വസ്തുക്കൾ തീർക്കുകയാണ് റിട്ടയർഡ് പോലീസ് SI പരമേശ്വരൻ. ഉപയോഗശൂന്യമായ എന്ത് കിട്ടിയാലും പരമേശ്വരൻ അത് ജീവൻ തുടിക്കുന്ന രൂപങ്ങളാക്കി മാറ്റിയെടുക്കും. വിരമിച്ച ശേഷമാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിൽ സജീവമായത്. പൂക്കൾ, ഫ്ലവർ വൈസുകൾ, അരയന്നങ്ങൾ തുടങ്ങി വിവിധ കലാരൂപങ്ങൾ ആരുടെയും മനം കവരുന്ന തരത്തിലാണ് മോതിരക്കണ്ണി തേലുപ്പള്ളി വീട്ടിൽ പരമേശ്വരൻ ഒരുക്കുന്നത്. പരമ്പരാഗത കുലത്തൊഴിലായ ഈറ്റ ഉൽപ്പന്നങ്ങളുടെ മിനിയേച്ചറുകളും ഇക്കൂട്ടത്തിലുണ്ട്. പഴയ ചീട്ടുകൾ, ലോട്ടറി ടിക്കറ്റുകൾ, പാർക്കിംഗ് കേസുകൾ, തെർമോക്കോൾ, CD, മരങ്ങളുടെ വേരുകൾ, മരക്കൂണുകൾ തുടങ്ങി ഉപയോഗശൂന്യമായ എന്ത് കിട്ടിയാലും പരമേശ്വരൻ അത് ജീവൻ തുടിക്കുന്ന രൂപങ്ങളാക്കി മാറ്റിയെടുക്കും. പശയും സെല്ലോ ടേപ്പുമല്ലാതെ മറ്റൊന്നും പണം കൊടുത്ത് വാങ്ങിക്കാറില്ല. 24 വർഷം പോലീസിൽ സേവനം ചെയ്ത പരമേശ്വരൻ കഴിഞ്ഞ വർഷം വരന്തരപ്പള്ളിയിൽ നിന്നും സബ് ഇൻസ്പെക്ടറായാണ് വിരമിച്ചത്. പോലീസിൽ ചേരും മുമ്പ് ആത്മസുഹൃത്തും ശില്പിയുമായിരുന്ന ജോണി മിഖായലിനൊപ്പം ശില്പങ്ങൾ നിർമ്മിക്കലും നാടകത്തിനുള്ള രംഗപടം സജ്ജീകരിക്കുന്ന പ്രവൃത്തികളും ചെയ്തിരുന്നു. കുരുത്തോല കൊണ്ടുള്ള തോരണങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വൈഭവമുണ്ട് പരമേശ്വരന്. നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് അദ്ദേഹം. ഓണം സീസണായാൽ ഓണം കളിപ്പാട്ട് എഴുതി ചിട്ടപ്പെടുത്തുന്ന തിരക്കായിരിക്കും. നല്ലൊരു ഓണം കളിക്കാരൻ കൂടിയാണ്. പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട കലാപരിപാടികളിൽ ഓടക്കുഴൽ വായിക്കുന്നതും തബല വായിക്കുന്നതും പരമേശ്വരനായിരുന്നു. വിരമിച്ച ശേഷമാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിൽ സജീവമായത്. ഉൽപ്പന്നങ്ങൾ വിലക്കി കൊടുക്കുന്ന ശീലമില്ല. ആത്മസുഹൃത്തുക്കൾ സമ്മാനമായി നൽകും. കോളേജിലെയും ITIയിലെയും പഠനത്തിന് ശേഷം വെറുതെ ഇരുന്ന കാലത്താണ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിലേക്ക് എത്തിയത്. പാഴ്വസ്തുക്കളിൽ നിന്നും ജന്മമെടുക്കുന്ന മനം കവരുന്ന കരകൗശല വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മോതിരക്കണ്ണിയിലുള്ള പരമേശ്വരന്റെ വീട്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്.
കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ആഘോഷത്തിനിടെ CPM നേതാവായ ക്ഷേത്രോപദേശക സമിതി അംഗത്തെ മർദ്ദിച്ചതായി പരാതി. CPM ലോക്കൽ കമ്മിറ്റി അംഗവും ടൗൺ ബാങ്ക് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കാരൂർ നന്ദകുമാറിനാണ് മർദ്ദനമേറ്റത്. എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെ അപരിചിതനായ യുവാവ് തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് നന്ദകുമാർ പറഞ്ഞു. പരിക്കേറ്റ നന്ദകുമാറിനെ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ മുഖ്യാതിഥിയായിരുന്നു. ഉൽപാദന മേഖല, പശ്ചാത്തല മേഖല, സേവന മേഖല എല്ലാ മേഖലകളിലെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ ഇവരാരെ തന്നെ നമ്മൾക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. അംഗൻവാടിയിലെ കൊച്ചുകുട്ടികൾക്ക് അവരുടെ വളർന്നു വരുന്ന ആ ഒരു പ്രാഥമിക ഘട്ടത്തിൽ അവരെ നമ്മൾക്ക് ഒട്ടും തന്നെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം എല്ലാ നിർബന്ധിതമായിട്ടുള്ള പദ്ധതികൾ വെച്ചതിന് ശേഷമാണ് നമ്മുടെ വാർഡ് തലത്തിലുള്ള തോടുകളായാലും കുളങ്ങളായാലും റോഡുകളായാലും ഒക്കെ തന്നെ നമ്മൾക്ക് എടുക്കാനായിട്ട് സാധിക്കാം. ഒരു 25 വർഷം മുന്നോട്ട് പിന്നിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഒരു റോഡ് പോലും ഒരു ടാറിട്ട റോഡുകൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ 25 വർഷങ്ങൾ കഴിഞ്ഞ് 4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾക്കറിയാം സമസ്ത മേഖലകളിലെയും വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജോളി സജീവ് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സാബു കൈതാരൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MB സുരേഷ്, അനില സുനിൽ, രാജേഷ് മോഹൻ, AS വിജീഷ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വക്കച്ചൻ അമ്പൂക്കൻ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപി എന്നിവർ സംസാരിച്ചു. കുസാറ്റ് അപകടത്തിനിടയാക്കിയത് അധികൃതരുടെ ഗുരുതര വീഴ്ചയെന്ന് പോലീസ് റിപ്പോർട്ട്. സംഗീത നിശയ്ക്ക് ആസൂത്രണമോ മുന്നൊരുക്കമോ ഉണ്ടായില്ലെന്നും ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. എത്ര പേർ എത്തുമെന്ന് പോലും സംഘാടകർക്കറിയില്ല. കുസാറ്റിൽ നിന്ന് പോലും 4000 പേർ പങ്കെടുത്തു. ഓഡിറ്റോറിയം നിർമ്മാണത്തിലെ പോരായ്മകളും ദുരന്തത്തിലേക്ക് നയിച്ചു. പോലീസിന്റെ റിപ്പോർട്ടിൽ ഇത് വ്യക്തമായി പറയുന്നു. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആനപ്പാറ മണലി ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് കാളകളി, ദീപാരാധന, താലി സമർപ്പണം, വിവിധ ദേശക്കാരുടെ താലിവരവ്, തായമ്പക, മഹാഗുരുതി, എഴുന്നള്ളിപ്പ്, മഞ്ഞൾ നീരാട്ടി എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. മാള വൈന്തര സെന്റ് ജോസഫ് ദേവാലയത്തിൽ അമ്പുതിരുനാളിന് കൊടിയേറി. ദേവാലയ വികാരി ഫാദർ ജെയ്സൺ കുടിയിരിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ലതീഞ്ഞ് നൊവേന എന്നിവ നടന്നു. മേലൂർ ഉണ്ണിമിശിഹ ദേവാലയ വികാരി ഫാദർ ജോസ് പാലാട്ടി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ജനുവരി 17, 18, 19, 20, 21 തീയതികളിലാണ് ആഘോഷങ്ങൾ. 20-ന് രൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. തിരുനാൾ ദിനമായി 21 ഞായറാഴ്ച ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. സമ്മിറ്റ് കേരളയുടെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന സൈക്കിൾ റാലിക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി, നഗരസഭാ പ്രതിപക്ഷ ലീഡർ C സുരേഷ് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനത്തെ മികച്ച കർഷകനായ ജോർജ് അതിയുന്തന്റെ കൃഷിയിടത്തിലെ പച്ചക്കറി വിളവെടുത്തു. പെരിഞ്ഞനം 12ാം വാർഡിൽ ഒരേക്കറോളം വരുന്ന സ്ഥലത്താണ് ഇത്തവണ കൈപ്പക്ക, പച്ചമുളക്, പടവലം തുടങ്ങിയവ കൃഷി ചെയ്തത്. പതിവ് പോലെ ഇത്തവണയും മികച്ച വിളവാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് ജോർജ് അതിയുന്തൻ. ET ടൈസൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ് തങ്ങൾ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ശെൽവപ്രകാശ്, സന്ധ്യ സുനിൽ, കൃഷി ഓഫീസർ PN നാനു, കൃഷി അസിസ്റ്റന്റ് സ്വാതി കൃഷ്ണ, രമ്യ എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പാലിയേറ്റീവ് ഗുണഭോക്താക്കൾക്ക് വേണ്ടി ധനശേഖര ബോക്സുകൾ സ്ഥാപിച്ചു. MLA സനീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ഷിബു വേലപ്പൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ് എന്നിവർ സംസാരിച്ചു. പനങ്ങാട് മുള്ളൻ ബസാർ, എരുമത്തുരുത്തി, പാലക്കപ്പറമ്പിൽ, വാലിപ്പറമ്പിൽ കൂട്ടാള ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശക്രിയകൾ സമാപിച്ചു. സമാപന ദിവസമായി ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹവനം, അധിവാസം, വിടർത്തിപൂജ, അഷ്ടബന്ധന്യാസം, ബ്രഹ്മകലശാഭിഷേക, മഹാനിവേദ്യ പൂജ എന്നിവ നടന്നു. എടച്ചാലിൽ ലാലപ്പൻ തന്ത്രി, EK പങ്കജാക്ഷൻ ശാന്തി, MS ഉണ്ണികൃഷ്ണൻ ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്ര ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെയും
ക്ഷേത്രത്തിൽ ഇന്ന് വിവാഹിതരായ 9 ദമ്പതികളെയും പ്രധാനമന്ത്രി ആശീർവദിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 4000 കോടി വികസന പദ്ധതികൾ ദക്ഷിണേന്ത്യയുടെ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിൽ BJPക്ക് ഗുണം ചെയ്യില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള ഡൽഹിയിലെ സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യം UDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സതീശൻ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.